എന്നാ തണുപ്പാടാ ഇത്? നീ ഇവിടെ കരിയിലടിച്ചുകൊണ്ട് നിൽക്കാണോ? റിൻസി നിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തിരക്കുന്നുണ്ട്. അവളെന്തിനാ എന്നെ തിരക്കുന്നേ? ഞാൻ രാവിലെ ഏറ്റ് പുട്ടും കടലയും ഉണ്ടാക്കി ആ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. എത്ര സുഖ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് എന്നാ നാടാടാ. വീട്ടുപണിക്ക് ഒരാളെ കിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ കാര്യം? നിന്റെ കാര്യം തന്നെ നോക്ക്. നീ കാലത്ത് എണീറ്റ് പ്രാതലുണ്ടാക്കണം, പിന്നെ മുറ്റമടി. എന്റെ പൊന്നപ്പച്ച, നാട്ടിൽ കുടുക്കപ്പാറ ഷാപ്പിൽ ചെന്ന് ജോർജിന് അമേരിക്ക മുറ്റടിയാ, പാത്രം കഴുക, ഇതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് മാത്രമേ പറയാവുള്ളൂ. പിന്നെ ഒന്നാമത് ഇതിന് ലീവ് റിമൂവിംഗ് എന്നാ പറയണേ, മിറ്റടി എന്നല്ല പറയണേ. ആ പിന്നെ ഇതൊക്കെ മെനയാക്കിയിട്ടില്ലേ കൗണ്ടിക്കാർ ഫൈൻ അടിക്കും. ഈ കൗണ്ടിക്കാരുടെ ഒരു കാര്യം, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പുല്ല് കളച്ചു മാറ്റാൻ പറ്റുകയില്ല. പറമ്പിൽ കരിയില വീണ ഉടനെ മാറ്റിക്കോണം. പിന്നെ നിനക്ക് ഇവിടെ സ്വന്തമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഉണ്ടുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ വീടിന്റെ മോർഗേജ്, അതായത് ഹൗസിംഗ് ലോൺ, അത് ഞാൻ തന്നെ അടയ്ക്കണം. അല്ല, ഒരു വിധത്തിൽ കൗണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹാലോവിനൊക്കെ വരുമല്ലേ, ഇതൊക്കെ വൃത്തിയാക്കിയിട്ടില്ലേ പിള്ളേർ നടക്കണ വഴിയല്ലേ. ഹാലോവിനോ? അതെന്താണ് ഈ ഹാലോവിൻ? അതാ പച്ചാ, ഈ നമ്മുടെ ക്രിസ്മസ് പോലെ ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ് ഈ ഹാലോവിൻ. അതിനെക്കുറിച്ച് നമ്മുടെ പള്ളിയിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അതിന് പള്ളി പറയാൻ ഇത് ദൈവത്തിന്റെ ആഘോഷമല്ല, പിശാചിന്റെയാ. മനസ്സിലായോ? അതായത് ഒക്ടോബർ 30 ഇവിടുത്തെ വലിയൊരും പിള്ളേരും അടക്കം ഓരോരോ വേഷമൊക്കെ കെട്ടി ഈ വീടാന്തരം കയറി ഇറങ്ങും. അതായത് തൃക്കോ ത്രീറ്റ് എന്നും പറഞ്ഞ് അവർ കൈ നീട്ടും. അപ്പൊ നമ്മൾ മെല്ലെ മൊട്ടായോ കിട്ടായോ ഒക്കെ അവർക്ക് കൊടുക്കണം. അവരതും മേടിച്ചൊരു നന്ദിയും പറഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോക്കോളും. ചുരുക്കം പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള തെണ്ടല്, അതായത് വേൾഡ് പിശാചി ഡേ. അതാണ് ഹാലോവിൻ. അപ്പൊ പിശാചികൾക്കും ഒരു ഉത്സവം. നല്ല നാട്. ഞാൻ ഈ ഹാലോവിൻ ഒരു വിച്ചാക്കാൻ പോവാ. Where are you guys gonna be? Matt, where are you gonna be? Halloween, പിന്നെ I'm too old for that stuff. What? Too old? Even Gary ചേട്ടൻ പോലും ഡ്രസ്സപ്പ് ചെയ്യാൻ പോവാ. What? ചേട്ടൻ മേഷം കിട്ടുന്നുണ്ടോ? പക്ഷെ എന്തുവാണെന്ന് ഞാൻ പറയത്തില്ല. അത് സസ്പെൻഡാ. ഞാൻ വരാത്ത നിങ്ങൾ പേടിച്ച് ഹൊറാവും, അതുറപ്പാ. ഞാൻ ഫാൻസി ഡ്രസ്സിനെ സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അറിയോ? ഈ പിള്ളേരാകെ പുസ്തകം തുറന്നു നോക്കുന്നത് വാവനും സംക്രാന്തിക്കുക. നീ ഇവരുടെ കൂടെ കളിച്ചോണ്ടിരിക്കുവാണോ? Daddy, when are we gonna go get our costume? എന്റെ മാനെ, ഈ കൊല്ലം ഇനി കോസ്റ്റ്യൂമും ഗീസ്റ്റ്യൂമും ഒക്കെ വേണോ? നിങ്ങൾ വലിയ പിള്ളേരായില്ലേ? പിള്ളേർ മാത്രമല്ല സെലിബ്രേറ്റ് ചെയ്യണേ, older people celebrate it too. ഇപ്രാവശ്യം ഗേഗിരി ചേട്ടൻ ഒരു കോസ്റ്റ്യൂം ഉണ്ട്. അവനിപ്പോ അവന് പ്രത്യേകിച്ച് മേക്കപ്പോ കോസ്റ്റ്യൂമോ വല്ലതും വേണോ? വാ ചേട്ടാ, ചുമ്മാ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് നല്ല ക്യാൻഡി ഒക്കെ കിട്ടും. പിന്നെ ചേട്ടായിക്കാണെങ്കിൽ ഒരു വാലിന്റെ കുറവ് മാത്രമേ ഉള്ളല്ലോ. അത് ഞാൻ ആലോചിക്കാന്നിട്ടല്ല, പക്ഷെ നിന്റെ കൂടെ ഞാൻ വരുമ്പോ ആൾക്കാർ ചിന്തിക്കും നിന്റെ സ്വന്തക്കാരാരുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വന്നില്ല. വീട്ടിൽ 2-3 ബെഡ്റൂം ഉണ്ടെങ്കിലും പട്ടി ചാരത്തിൽ കിടക്കണമല്ലോ, ഇവിടെ കിടന്നേ നിനക്ക് ഉറങ്ങാവുള്ളൂ അല്ലേ? ഞാൻ TV കണ്ടൊന്ന് മയങ്ങിപ്പോയതാ. എടി, നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസമെങ്കിലും ഈ സീരിയലും കണ്ടോണ്ടിരിക്കാതെ നിനക്ക് കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ മേലെ. ഈ ഉറക്കച്ചടവായിട്ട് ആശുപത്രി ചെന്ന് വല്ല മരുന്നമാരെ കുത്തിവെച്ചെങ്കിലുണ്ടല്ലോ, ഒന്നാമതെ എല്ലായിടത്തും ലേ ഓഫാ. മക്കളെ, ചാക്കിമാളെ, എടാ അതായിക്കോട്ടെ. അപ്പച്ചനാർന്നോ? ഞാൻ പിള്ളേരെ ഒന്ന് വിളിച്ചപ്പോ തന്നെ അവര് വന്നല്ലോ എന്ന് ഓർത്ത് ഞെട്ടിപ്പോയി. മക്കളെ, ദേ നിങ്ങൾക്ക് ഹാലോവിനുള്ള കോസ്റ്റ്യൂം ഡാഡി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അതില്ലാന്നിട്ട് ആരും വിഷമിക്കണ്ട. ദേ ബാറ്റ്മാനാ മേടിച്ചേക്കണേ. നടാ, നല്ലതാ. Dad, this isn't Batman. This is some cheap crap. I don't even know what this is. എടാ മാനെ, നീ ഇത് എന്നും വെച്ചോണ്ട് നടക്കാനുള്ളതല്ലോ. ഹാലോവിന്റെ അന്ന് വൈകുന്നേരം ശകല നേരം മോന്തേ വെക്കാനല്ലേ ഉള്ളൂ. നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ട് ഇത് കളയാണ് താനും. അതുകൊണ്ട് സാരമില്ല, ഇതൊക്കെ മതി. But I don't want to be a Batman. I want to be a witch. പിള്ളേർക്ക് വേണ്ടിയത് അങ്ങ് മേടിച്ചു കൊടുത്തൂടെ? അച്ഛൻ ഈയിടെയായിട്ട് ഇച്ചിരി പിശുക്ക് കൂടുന്നുണ്ട്. ഈ സമ്പാദ്യം കെട്ടിപ്പിടിച്ച് എങ്ങോട്ട് കൊണ്ടുപോവാനാ? അവർക്ക് തന്നെ കൊടുക്കാനുള്ളതല്ലേ? മക്കളെ, നമുക്ക് നാളെ പോയി നിങ്ങൾക്ക് വേണ്ടിയ കോസ്റ്റ്യൂം മേടിക്കാം. നിങ്ങൾ ഇപ്പൊ പോയിരുന്ന് പഠിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യടി, ഇപ്പൊ തന്നെ ഉള്ളതല്ല ഇവർക്ക് അങ്ങ് എഴുതി കൊടു. എന്നിട്ട് നമുക്ക് പെരുവഴിയിലേക്ക് ഇറക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു വശം കളയാൻ നിങ്ങൾ കുറെ പേരുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ചൈനക്കാരാ ഹാലോവിൻ കണ്ടുപിടിച്ചെന്നാ. അമേരിക്കക്കാരെ പറ്റിക്കാനേ ഒരു വർഷം എത്ര ഡോളറിന്റെ കോസ്റ്റ്യൂം അമേരിക്കയിലേക്ക് കയറ്റിവിടുന്നത്. പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കാൻ കണ്ട ചെലന്തി വല, പ്രതിമകള്, ചെകുത്താന്റെ കിറി, അങ്ങനെ എന്തല്ല. അതും പോരാഞ്ഞിട്ട് എത്ര ഡോളറിന്റെ മൊട്ടായി ചെലവാകും ഒരു കൊല്ലം. ഒരു അമേരിക്കക്കാരന് ആവറേജ് ഒരു $20 മൊട്ടായി മേടിച്ചാൽ തന്നെ എത്ര ഡോളറാ?
അതെ ശരി. പ്രിൻസി ചേച്ചി ഇതെന്നാ മത്തങ്ങയൊക്കെ ആയിട്ട്? ഇത് ചക്കമോക്ക് നാളെ സ്കൂളിൽ കൊണ്ടുവന്നാ. അതന്നെ ചക്കിമോൾ ഇപ്പം ആപ്പിളൊക്കെ നിർത്തി ഇതാണ് കഴിക്കുന്നത്. എടാ ഇത് നാളെ അവർക്ക് സ്കൂളിൽ ഒരു കോntest ഉണ്ട്, പംകിൻ കാവിംഗ് കോntest. അതന്നെ കോntestആ. എടാ ഇതിന്റെ പുറത്ത് ഈ തലയോട്ടിയുടെ പടമൊക്കെ വരച്ച് ഓരോരുത്തർ കാവ് ഇത് വീടിന്റെ മുമ്പിലൊക്കെ വെക്കത്തില്ലേ, അതുപോലെ. എന്നാ ഇതുപോലത്തെ പറഞ്ഞാൽ എന്റെ വീട്ടിലും മേടിച്ചു വെക്കാം. എന്നാ ശരി ഞാൻ പോവാ കേട്ടോ. നീ കഴിക്കുന്നില്ലേ? ഇല്ല, നാളെ ഹലോവിൻ അല്ലേ, എനിക്ക് കുറെ ഷോപ്പിംഗ് ഒക്കെ ഉള്ള. ഇതെവിടുന്ന ഒരു മത്തങ്ങ? ഞാൻ മത്തനൊന്നും നട്ടില്ലല്ലോ. ഈ വല്ല കാക്കയും കൊത്തിയിട്ടതാണോ? എന്നാലും ഇത്രയും വലിയ കാക്കയോ?